മയക്കുമരുന്നിനും ഭീകരവാദത്തിനും എതിരെയുള്ള ഒരു ആഗോള ശൃംഖല രൂപപ്പെടണം, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ തുർക്കിയയിൽ നടക്കുന്നത്, തുർക്കി നമ്മളോട് പറയത്തില്ല ഒരു കാലത്തും. തുർക്കി പറഞ്ഞെങ്കിലും തുർക്കിയെ കുറ്റക്കാരാക്കുന്ന രീതിയിൽ ഉള്ള നടപടികളുണ്ടാവണം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ. നോളജ് ഷെയറിങ് അതുപോലെ ഉണ്ടാവണം. അതുപോലെ സമ്പത്തിൻ്റെ തുല്യമായ വിതരണം ഉണ്ടാവണം. അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ പിന്നോക്കം കിടക്കുന്ന രാജ്യങ്ങളല്ലേ, പട്ടിണിയും പരിവട്ടവുമായിട്ട് കിടക്കുകയാണ്. സുഡാനിലെ അവിടുത്തെ മുസ്ലിങ്ങൾ തമ്മിലുള്ള സംഘർഷം കൊണ്ട് തന്നെ ഏതാണ്ട് 3200 ലക്ഷം കുട്ടികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോഷക ദാരിദ്ര്യത്തിൽ കഴിയുന്നു. പല കുട്ടികളും മരിച്ചു, ജീവൻ കുട്ടികളായിരിക്കുമ്പോഴേ മരിച്ചു. ഒരു വാർത്തയല്ല, അവിടെ എത്രയോ ലക്ഷം കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നൈജീരിയയിലാണെങ്കിൽ 300 സ്കൂൾ കുട്ടികളെ തട്ടിയെടുത്തുകൊണ്ട് പോയി. എന്താ പറയുക കാര്യം? സ്കൂൾ കുട്ടികളൊന്നും പെൺകുട്ടികളൊന്നും പഠിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് അവരുടെ താവളത്തിലേക്ക് കൊണ്ടുവരിക. അവർക്കിനി എന്തൊക്കെ, പാവപ്പെട്ട കുട്ടികൾക്ക് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റുകയില്ല. കാരണം പോക്സോ എന്ന് പറയുന്ന ഇന്ത്യയുടെ കേസൊന്നും അവരുടെ മതനിയമങ്ങൾ അനുസരിച്ച് കേസേ അല്ല. അതാണ് സംഭവം. കൊണ്ടുവരിക അങ്ങനത്തെ രാജ്യങ്ങളാണ് അവിടെ ഉള്ളത് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല. അപ്പം അങ്ങനെ നടക്കുമ്പോൾ അവിടുത്തെ പ്രസിഡന്റ് തന്നെ വിദേശയാത്ര അവസാനിച്ച് മറങ്ങിയിരിക്കുകയാണ്. ആഫ്രിക്കയുടെ കാര്യം വലിയ കാര്യം, സാമൂഹികപരമായിട്ട്, രാഷ്ട്രീയമായിട്ട്, അതുപോലെ തന്നെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും ഒരു സമാധാനമോ ക്രമസമാധാനമോ പുലർത്താൻ കഴിയാത്ത രാഷ്ട്രങ്ങളായിട്ട് വരിക. ഇവരുടെ കാര്യങ്ങളൊന്നും ഒരു രാജ്യവും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഗസയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഭീകരമായ കാര്യങ്ങളാണ് ആഫ്രിക്കയിൽ മുഴുവൻ നടക്കുന്നത്. ഗസയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നവരുണ്ട് സാർ. ഡോക്ടർമാർ, എഞ്ചിനീയർമാരൊക്കെയാണ് മരിച്ചു പോയെന്നും നിലവിളിക്കും. അതേസമയം ട്രംപോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്ര നേതാക്കന്മാരോ ഒന്നും ഈ കാര്യങ്ങളിലൊന്നും, ഒരു ഇടതുപക്ഷക്കാർ എല്ലാവരും പാലസ്തീൻ എന്നും പറഞ്ഞ് അതിൻ്റെ വേഷവും ധരിച്ച് നടക്കുന്ന, വിഡ്ഢി വേഷവും ധരിച്ചുകൊണ്ട് നടക്കുന്ന അവർ പോലും ഈ കാര്യത്തിൽ ഒരു വാക്കും പറഞ്ഞിട്ടില്ല.